ഇന്നത്തെ റേഡിയോ സംപ്രേഷണം റേഡിയോ ബാസ്റ്റിൻ ആരംഭിക്കുന്നു. ഇന്നാദ്യം സംഗീതധാര. സംഗീതധാരയിൽ 7Aയിലെ അൻഷിയ കാർമലിൻ്റെ ഒരു ഗാനം കേൾക്കാം. കണ്ണാണ്ടുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാണ്ടുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. വെള്ളാങ്കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എന്തേ പോരാത്തു വാവേ വാവാച്ചി. കുന്നിക്കൂര കുത്തി നുള്ളിപ്പറിച്ചിട്ട് പിന്നിക്കൂരത്തൊരു മാല തീർക്കാം. തിങ്ങൾക്കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കാലമാനെ കൊണ്ടു തരാം. ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാണ്ടുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. തിത്തേരിത്തേ നൃത്തം വയ്ക്കും പൂന്തെന്നൽ, മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ പല്ലക്കിൽ, എന്തേ തുള്ളാത്തോ വാവേ വാവാച്ചി. തുമ്പക്കൂടങ്ങളെ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം കാറ്റിൻ്റെ കൂട്ടുകാരി, മിന്നിത്തിളങ്ങുമൻ പൊന്നും കിനാക്കൾക്കു നിന്നെയാണോ മനയേറെ ഇഷ്ടം. ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാണ്ടുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാണ്ടുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. വീണ്ടും ഒരു ഗാനം പാടിയത് എ-ടെയിലെ വിഹാസ് ആൻ്റണി. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ
കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കണ്ടത്. കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ കാറ്റിൽ മീനു മണക്കും. നടുക്കടലിൽ കൊണ്ടാൽ കാത്തുകൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ? കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ? മനം തന്നെ ഉന്നം ബലവാൻ എവനോ അവൻ തന്നെ മനൻ. ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരും കടൽക്കാരനോ. ഇന്നും വലയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ? കടൽ മീനാണോ? നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ? നീയാണോ ഞാനാണോ ആരാണോ? കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്. കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കണ്ടത്. കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഇടമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ ഈ വെള്ളം അണയുമോ ഉറപ്പില്ലല്ലോ. കടലെല്ലാം തന്നാലും ചില വല്ലാത്ത മനുഷ്യർക്ക് എല്ലാം എല്ലാം എന്ന നിനപ്പാണല്ലോ. ഇന്ന് വലയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ? കടൽ മീനാണോ? നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ? നീയാണോ ഞാനാണോ ആരാണോ? കടൽക്കാരേ വലക്കാരേ മരക്കാരേ, കാറ്റിലലയും പെട്ട് മരക്കാരേ വലക്കാരേ കടൽക്കാരേ. കടലിൽ നീരിന് പിറന്നോരേ വിശപ്പറിയാതെ അലഞ്ഞോരേ. അധികമായാൽ അമൃതും വിഷം എന്ന് കേട്ടിട്ടില്ലേ? അതെ, നമ്മുടെ ശരീരത്തിൽ ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയവയൊക്കെ ആവശ്യത്തിലധികമായാൽ അത് പലവിധ രോഗങ്ങൾക്കും മരണത്തിന് തന്നെയും കാരണമായേക്കാം. പ്രമേഹം അഥവാ ഷുഗർ എന്ന രോഗാവസ്ഥയെപ്പറ്റി നിഹാല നിയാസ് നമ്മോട് സംസാരിക്കുന്നു. സാധാരണക്കാർക്കിടയിൽ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അസുഖം എന്നറിയപ്പെടുന്ന പ്രമേഹം ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ പോലും വളരെ വ്യാപകമാണ്. ഇത് ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായ രോഗമാണ്. വളരെ കാലം നീണ്ടു നിൽക്കുന്ന രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവാണ് പ്രമേഹം എന്ന അവസ്ഥ. ഹൃദയ സംബന്ധമായ അസുഖം, ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കാരോഗം, ബുദ്ധിവൈകല്യം, കണ്ണുകൾക്ക് കേടുപാടുകൾ തുടങ്ങി ധാരാളം ഗുരുതര രോഗങ്ങൾക്ക് പ്രമേഹം കാരണമാകുന്നു. പാൻക്രിയാസ് ഗ്രന്ഥി വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ടോ ശരീരത്തിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനോട് ശരിയായി പ്രതികരിക്കാത്തതുകൊണ്ടോ ഒക്കെയാണ് പ്രമേഹം ഉണ്ടാകുന്നത്. തെറ്റായ ജീവിതശൈലിയാണ് ഒരു പ്രധാന കാരണം. പാരമ്പര്യ ഘടനകൾ, വ്യായാമക്കുറവ്, അനാരോഗ്യമായ ഭക്ഷണം, പോഷകാഹാരക്കുറവ്, പുകവലി, അമിത മദ്യാസക്തി, കൊഴുപ്പ്, ശക്താതി സമ്മർദ്ദം, അമിതവണ്ണം, മാനസിക പിരിമുറുക്കം തുടങ്ങിയവ പ്രമേഹം വരാനുള്ള സാധ്യതകളാണ്.
കൃത്യമായ കാലയളവിൽ രക്തപരിശോധന നടത്തുക, പതിവായി വ്യായാമം, ശരിയായ ഭക്ഷണരീതി, കൃത്യമായ മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയവ മൂലം പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിയും. പ്രമേഹം ആയുഷ്കാലം വരെ നീണ്ടു നിൽക്കുന്ന ഒരു രോഗമാണെങ്കിലും ഇതിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ കഴിയും. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഫലപ്രദമായ ചികിത്സ നിലവിലുണ്ട്. എന്നാൽ പ്രമേഹം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ നോക്കുന്നതാണ് ഉത്തമം. അതിനായി അമിതമായ ഊർജവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ, അന്നജം കൂടുതൽ അടങ്ങിയ ചോറ്, ഗോതമ്പ്, മരച്ചീനി, പഞ്ചസാര, മധുരപാനീയങ്ങൾ, പലഹാരങ്ങൾ, വറുത്തതും പൊരിച്ചതും തുടങ്ങിയവയുടെ അമിത ഉപയോഗങ്ങൾ എന്നിവ കുറയ്ക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, പരിപ്പുവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തി പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും ഒരു ഗാനം കേൾക്കാം. 10Bയിലെ ക്രിസ്ത്യൻ ബൈജു പാടുന്നു. പിടയുന്നോരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, നീയില്ല എങ്കിലും നീലേ പ്രകാശമില്ലിൽ നീരു പെയ്ത മാറിൽ കെടാതെ കാത്ത പുഞ്ചിരി, നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ കൊൺതിരി, മനം പകുത്തു നൽകിടാം, കുറുമ്പു കൊണ്ടു മൂടിടാം, അടുത്തു വന്നിടാം, കൊതിച്ചു നിന്നിടാം, വിരൽ പൊരുത്തിടാം, സ്വയം മറന്നിടാം, ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാം ഉള്ളു നിറയാം, ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയാ, ആരാധികേ മഞ്ഞു വീഴും വഴിയരികെ, കാലേരയാ കാത്തു നിന്നു മിഴി നിറയേ. പേവിഷബാധ അറിയേണ്ടതെന്തെല്ലാം? ഈ വിഷയത്തെ പറ്റിയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് 10Bയിലെ മേരി ദിയ. ലോകത്ത് പ്രതിവർഷം 55,000 ആളുകൾ പേവിഷബാധയേറ്റ് മരിക്കുന്നു. മൃഗങ്ങളിൽ നിന്ന് പേവിഷബാധയേൽക്കുന്നവരിൽ 40% 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 99% പേവിഷബാധകളും ഉണ്ടാകുന്നത് നായ്ക്കളിലൂടെയാണ്. പട്ടികടിയാൽ ഉണ്ടാകുന്ന മുറിവ് എത്രയും പെട്ടെന്ന് ഒഴുകുന്ന വെള്ളവും സോപ്പും ഉപയോഗിച്ച് വൃത്തിയാക്കുകയും കുത്തിവയ്പ്പെടുക്കുകയും ചെയ്താൽ പേവിഷബാധയിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടാം. തലച്ചോറിനടുത്തുള്ള ഭാഗങ്ങളിൽ, അതായത് കഴുത്ത്, മുഖം എന്നിവിടങ്ങളിൽ മുറിവുണ്ടായാൽ രോഗം വേഗത്തിൽ പടരാൻ സാധ്യതയുണ്ട്.
നായ, പൂച്ച, കുരങ്ങൻ, കുറുക്കൻ, വവ്വാൽ തുടങ്ങിയ മൃഗങ്ങളുടെ കടിയോ മാന്തലോ ഉണ്ടായാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. രോഗവാഹകരാകാവുന്ന വളർത്തുമൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത് രോഗവ്യാപനം തടയാം. എന്നാൽ കുട്ടികളായ നാം ശ്രദ്ധിക്കേണ്ടത് മൃഗങ്ങളിൽ നിന്ന് പരമാവധി അകലം പാലിക്കുക. അഥവാ കടിയേറ്റാൽ ഉടനെ മാതാപിതാക്കളെ അറിയിക്കുകയും മുറിവ് കഴുകി പ്രതിരോധ കുത്തിവയ്പ് എടുക്കുകയും ചെയ്യുക എന്നതാണ്. നന്ദി. ആകാശവാണി കൊച്ചി. സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് 10Bയിൽ നിന്നും ഹാന. നേപ്പാളിൽ നടന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ നിന്നും നമ്മുടെ വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ CS ധനജയൻ സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രശസ്തി ഉയർത്തി. ടാഗോർ ലൈബ്രറി എൻ്റെ അവധിക്കാലം എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ രചനാ മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ അശ്വിൻ KJ UP വിഭാഗത്തിൽ നിന്നും അജയ് അജിത് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും 1ാം സ്ഥാനം നേടി. ജൂലൈ 2-ാം തീയതി ബുധനാഴ്ച നമ്മുടെ വിദ്യാലയത്തിൽ സോഷ്യൽ സയൻസ് ക്ലബ് ഇനോഗ്രേഷൻ നടന്നു. നമ്മുടെ സ്കൂളിൽ നിന്നും വിരമിച്ച സജി സാർ, ലിസി ടീച്ചർ എന്നിവരായിരുന്നു സോഷ്യൽ സയൻസ് ക്ലബ് ഇനോഗ്രേഷൻ നിർവഹിച്ചത്. സോഷ്യൽ സയൻസ് ക്ലബ് കൺവീനർമാരെയും തിരഞ്ഞെടുത്തു. അടുത്ത ആഴ്ച മിഡ് ടേം പരീക്ഷകൾ ആരംഭിക്കുന്നതിനാൽ കുട്ടികളെല്ലാവരും പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുക എന്ന് ഹെഡ് മിസ്ട്രസ് ഓർമ്മിപ്പിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കുക.